പ്രിയമുള്ള സുഹൃത്തുക്കളെ, സമകാലികത്തിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത്, നമുക്കറിയാം കേരള സംസ്ഥാനത്തിനകത്ത് ഓണക്കിറ്റ് വിതരണം പുരോഗമിച്ചു വരികയാണ്. എന്നാൽ APL വിഭാഗത്തിൽപ്പെട്ട നീല വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് കിറ്റുകൾ സമയത്തിന് സർക്കാർ പറഞ്ഞിരിക്കുന്ന തീയതികളിൽ റേഷൻ കടകളിൽ നിന്ന് ലഭിക്കുന്നില്ല എന്ന വ്യാപകമായ പരാതി ഉയരുന്നുണ്ട്. അപ്പോൾ ഇത്തരം പരാതികൾ ഉയരുന്ന സാഹചര്യത്തിൽ എന്താണ് സർക്കാർ അതിന് മറുപടി നൽകുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫുഡ് ആൻഡ് സിവിൽ സപ്ലൈസ് കേരള എന്ന ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജ് വഴിയാണ് കൃത്യമായി കൊണ്ട് സർക്കാരിൻ്റെ ഓണക്കിറ്റ് വിതരണത്തിൻ്റെ വിവരങ്ങൾ അറിയിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു അറിയിപ്പിൻ്റെ താഴെ ജനങ്ങൾ നൽകുന്ന സംശയങ്ങൾക്ക് അവർ നൽകുന്ന ഉത്തരമാണ് നിങ്ങൾക്ക് വീഡിയോ രൂപത്തിൽ ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യവും അതിൻ്റെ ഉത്തരവുമായി പറഞ്ഞിരിക്കുന്നത്, അബ്ദുൽ ജലീൽ ചോദിച്ചിരിക്കുകയാണ്, നീല കാർഡ് വിതരണ ദിവസങ്ങളിൽ വാങ്ങിക്കാൻ വരാൻ സാധിക്കില്ല എന്ന് റേഷൻ ഉടമയെ വിളിച്ചു പറഞ്ഞപ്പോൾ അടുത്ത മാസത്തിൽ ഈ കിറ്റ് തരില്ല എന്നാണ് റേഷൻ കട ഉടമ പറഞ്ഞത്. എന്തു ചെയ്യണമെന്നുള്ളതാണ്. അതിനു മറുപടിയായിക്കൊണ്ട് ഭക്ഷ്യവകുപ്പ് പറഞ്ഞിരിക്കുന്നത്, അത് സംബന്ധിച്ച തീരുമാനം എടുക്കാനുള്ള അധികാരമെന്ന് പറയുന്നത് റേഷൻ കട ഉടമയ്ക്കില്ല. മറിച്ച് അടുത്ത മാസം കിറ്റ് വിതരണം തീരുന്നതുവരെ നിങ്ങൾക്ക് ഇത് ലഭ്യമാകുമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ ആർക്കെങ്കിലും കിറ്റുകൾ വാങ്ങാൻ സാധിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും സെപ്റ്റംബർ മാസത്തിൽ നിങ്ങൾക്ക് ഓണക്കിറ്റ് ലഭിക്കുമെന്നുള്ളതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, ജനങ്ങൾ സാധാരണയായി ചോദിച്ചു കൊണ്ടിരിക്കുന്ന, അതല്ലെങ്കിൽ അവർ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ്. അതായത് റേഷൻ കടകളിൽ എത്തിയ സമയത്ത് കിറ്റ് ലഭിക്കുന്നില്ല. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ നിരവധി തവണ ആളുകൾ ഉന്നയിച്ചപ്പോഴൊക്കെ അതിന് കൃത്യമായി കൊണ്ട് ഭക്ഷ്യവകുപ്പ് പറഞ്ഞിരിക്കുന്നത് അതത് താലൂക്ക് ഓഫീസർമാരുടെ ഫോൺ നമ്പറുകളാണ് അവർക്ക് നൽകിയിരിക്കുന്നത്. എന്നിട്ട് അവരോട് പരാതിപ്പെടാനാണ് ആവശ്യപ്പെട്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും സാഹചര്യത്തിൽ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും കിറ്റുകൾ ലഭ്യമായിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട്. ആ ലിങ്കിൽ നിങ്ങളുടെ ജില്ലയും താലൂക്കും സെലക്ട് ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ താലൂക്ക് സപ്ലൈ ഓഫീസർമാരുടെയും ഇൻസ്പെക്ടർമാരുടെയും നമ്പറുകൾ ലഭിക്കും. അതിലൂടെ നിങ്ങൾക്ക് റേഷൻ കടകളിൽ നിന്ന് കിറ്റ് ലഭിച്ചിട്ടില്ല എന്ന പരാതി ബോധിപ്പിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും രണ്ട് കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഏതെങ്കിലും സാഹചര്യത്തിൽ സർക്കാർ പറഞ്ഞ സമയത്ത് നിങ്ങൾക്ക് കിറ്റുകൾ വാങ്ങാൻ സാധിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും അടുത്ത മാസം പിന്നീട് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ റേഷൻ കടകളിൽ സർക്കാർ പറഞ്ഞിരിക്കുന്ന സമയങ്ങളിൽ കിറ്റ് ലഭ്യമാകുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ താലൂക്ക് സപ്ലൈ ഓഫീസർമാരോട് പരാതികൾ ഉന്നയിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ രണ്ട് വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് തോന്നുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഇത് സാധാരണക്കാരായ ജനങ്ങളിലേക്ക് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ എല്ലാം അറിയിക്കുക. അതോടൊപ്പം തന്നെ ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്യുക.